സന്തോഷത്തോടെ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ, ആത്മാർത്ഥതയോടെ. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ നല്ല വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ഒരാൾക്ക് മൈക്കിലൂടെ ശബ്ദമുയർത്തി വായിക്കാം. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ യഹോവ രക്ഷിക്കുന്നു. പീലാത്തോസ് ഇത് പറയുവാൻ കാരണം തൻ്റെ എഴുത്തിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് യഹൂദജനവും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും ഓർമ്മിപ്പിച്ചുണർത്തി. അത് എന്താണെന്ന് നാം വിശുദ്ധ തിരുവെഴുത്തിൽ പഠിച്ചാൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യേശു എന്ന് പറയുന്ന ഈ വ്യക്തി പറഞ്ഞു, ഞാൻ യഹൂദന്മാരുടെ രാജാവാകുന്നുവെന്ന്. ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അങ്ങനൊരു രാജാവ് ഞങ്ങൾക്കില്ല, അങ്ങൊരു രാജാവിനെ ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് യഹൂദന്മാരുടെ രാജാവെന്ന് നീ എഴുതുന്നതിന് പകരം യേശു പറഞ്ഞു എന്ന് എഴുതണം. ആരെയാ തിരുത്താൻ ശ്രമിച്ചെന്നറിയാമോ? ആ രാജ്യം ഭരിക്കുന്ന രാജാവിനെ ആര് തിരുത്താൻ ശ്രമിച്ചു? പ്രജകളും പുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും. പക്ഷെ രാജാവിൻ്റെ കൽപ്പനയ്ക്ക് മാറ്റമുണ്ടാകത്തില്ല. രാജാവിൻ്റെ എഴുത്തുകൾക്ക് തിരുത്തി എഴുത്തുണ്ടാകത്തില്ല. അതിൻ്റെ കാരണം രാജകൽപ്പന അത് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ കർത്താവിൻ്റെ കൽപ്പനയും അങ്ങനെ തന്നെയാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവാത്മാവിൽ എഴുതപ്പെട്ടത് നിവർത്തിക്കപ്പെടേണ്ടതിന് സ്തോത്രം. രാജാവ് എഴുതുകയാണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. സ്തോത്രം. അബ്രഹാം പിതാവിലൂടെ ദാവീദിലൂടെ ലോകരക്ഷകനായി പിറന്ന യേശു കർത്താവ് മാനവരാശിയുടെ രക്ഷകനെന്ന് ആ രാജ്യം ഭരിക്കുന്ന രാജാവ് പറഞ്ഞപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്തേണ്ടുന്ന ജനം പറയുക, ഇവൻ ഞങ്ങളുടെ രാജാവ് അല്ല. ഈ നല്ല പകലിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, മാനവരാശിയുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി വേറെ ആരും ഈ ലോകത്തിൽ വന്നില്ല. അങ്ങനെ വന്നത് കന്യകയിൽ ഉരുവായി മാനവരാശിയുടെ രക്ഷയ്ക്കായി വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന യേശു ക്രിസ്തു മാത്രമാ. അങ്ങനെയാണ് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൊടുത്ത മാറ്റത്തെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാതെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കഴിയാതെ, അത് യേശുവിനെ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്ത് അംഗീകരിക്കാൻ കഴിയാതെ, യേശു പറഞ്ഞ വാക്കുകളെ അനുസരിപ്പാൻ കഴിയാതെ മറുതലിച്ചു പോയ ജനമാ പറയുന്നത്, ഇവൻ ഞങ്ങളുടെ രാജാവല്ല. സ്തോത്രം. നമുക്ക് വായിക്കാം യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെ. പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ആരിൽ? യേശുവിൽ. നിങ്ങൾ പറഞ്ഞില്ലേ ഇവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന്. എന്തുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞത്? സ്തോത്രം. ഞാൻ അവനെ പരിശോധിച്ചു, ഞാൻ അവനെക്കുറിച്ച് അന്വേഷിച്ചു, ഞാൻ അവനെക്കുറിച്ച് അറിഞ്ഞു. അവൻ നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇവൻ കുറ്റക്കാരനാണെന്ന്? സ്തോത്രം. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അടുത്ത എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു.
അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. സ്തോത്രം. നോക്ക്, കണ്ടാൽ ആളല്ലാത്ത രൂപത്തിലാക്കി. കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ യേശുവിനെ ആക്കി. തലയിൽ ഒരു മുൾക്കിരീടവും വെച്ചു കൊടുത്തു. എന്നിട്ട് മാറി നിന്ന് അട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുമ്പോൾ മറുത്തൊരു വാക്കുപോലും പറയാതെ, ഒന്നു കുറയാതെ 49 അടി തൻ്റെ വിലാപ്പുറത്ത് വാങ്ങി, രക്തത്താൽ കുളിച്ച് മുഖം മുഴുവനും ആളല്ലാത്ത രൂപത്തിൽ മാറ്റപ്പെട്ടവനായി പൊതുജനത്തിൻ്റെ നടുവിൽ യേശുവിനെ കൊണ്ട് നിർത്തിയിട്ട് പറയുക, ഇതാ നിങ്ങൾ പറഞ്ഞ ക്രിസ്തു. ഞാൻ ന്യായം വിധിച്ചു, ഞാൻ അവന് വേണ്ടുന്ന എല്ലാം നടത്തി നോക്കി, അവനിലൊരു കുറ്റവും കണ്ടില്ല. നിങ്ങളോ അവൻ്റെ മേൽ കുറ്റം ചാർത്തിയിരിക്കുന്നു. ഇതാ നിങ്ങൾ ഇനി കയ്യേറ്റ് നിങ്ങളുടെ ജോലി നിങ്ങൾ തികച്ചെടുക്കുക. യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് ജനാവലിയുടെ നടുവിൽ നിർത്തുമ്പോൾ അട്ടഹസിച്ച് പരിഹസിച്ചു കൊണ്ട് യേശുവിന് നേരെ കടിച്ചു കീറുവാൻ വരുന്ന ചെന്നായ്ക്കളെ പോലെ അവർ മുൻപോട്ടെടുത്തു. അടുത്ത വാക്യം. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. സ്തോത്രം. അവർ പറഞ്ഞത്, ഇവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, ഞങ്ങൾക്ക് അവന് വേണ്ട. പകരം കൊലപാതകവും കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും നാടിന് ദ്രോഹം ചെയ്തവനുമായ ബറാബാസിനെ ഞങ്ങൾക്ക് വേണം. സത്യത്തിൻ്റെ വഴി, നീതിയുടെ മാർഗത്തെ ഘോഷിക്കുന്ന ഒരു വ്യക്തിയെയും ലോകം അംഗീകരിക്കത്തില്ല. ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളോട് പറയട്ടെ, കുരുടൻ്റെ കണ്ണ് കാണുമാറാക്കിയവൻ, ചെകിടന് കേൾവി കൊടുത്തവൻ, മുടന്തനെ നടക്കുമാറാക്കിയവൻ, സ്തോത്രം, രക്തസ്രാവക്കാരത്തിയുടെ രക്തസ്രാവത്തെ മാറ്റിയവൻ, മരിച്ച് 4 നാളായി നറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നവൻ, വിശന്നവൻ ആഹാരം കൊടുത്തവൻ, ബലഹീനനെ താങ്ങിയെടുത്തവൻ, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായി കൂടെ വന്നിട്ട് കരയണ്ട എന്ന് പറഞ്ഞവനെ ഞങ്ങൾക്ക് വേണ്ട. ഈ ലോകമതാ കുഞ്ഞേ, ഈ ലോകത്തുള്ളവരെല്ലാം അങ്ങനെയാ. നന്മ ചെയ്തവനെ മറക്കും, കൂടെ നിന്നവനെ തള്ളിക്കളയും, കൂടെ വരുന്നവനെ വഴിയിലിട്ട് കുത്തിക്കൊല്ലും, കരം താങ്ങി കരം പിടിച്ച് നടത്തുന്നവനെ പുറം കൈക്ക് അടിച്ചു മാറ്റിയിട്ട് ലോകത്തിൻ്റെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോകത്തിലും ലോകക്കാർക്കും രാജ്യത്തിനും രാജ്യക്കാർക്കും കുടുംബത്തിനും കുടുംബക്കാർക്കും തലവേദനയായി മാറുന്നവനെ അംഗീകരിപ്പാൻ ലോകമുണ്ട്, ലോകത്തിലെ ജനമുണ്ട്. സത്യത്തിൻ്റെ മാർഗത്തിൽ സത്യത്തിൻ്റെ വഴിയിൽ കൈപിടിച്ച് നടത്തി പാപത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കൈപിടിച്ചുയർത്തി മാനവരാശിയുടെ നടുവിൽ നിർത്തിയിട്ട് ഇവനെ നോക്കുവിൻ, ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുവാൻ, ഇവൻ ദൈവത്തിൻ്റെ പൈതലെന്ന് പറയുവാൻ ശ്രമിക്കുന്നവനെയും അതിൻ്റെ മാർഗത്തെയും തകർക്കുവാൻ ശ്രമിക്കുന്ന ദുട്ട ലോകത്തിലാണ് നീ ഞാനും നിൽക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ആരൊക്കെ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞാലും അവർ പരാജയപ്പെടുകയല്ലാതെ ജയിക്കുകയില്ല. നീയോ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് നീ ജയിക്കും, നിന്റെ തല ഉയരും. എന്നാൽ നിന്റെ തല ഉയർത്തുകയില്ല എന്ന് പറഞ്ഞ് സമൂഹം മുഴുവനും നിനക്കെതിരെ നിന്നാലും ആ തലയെ സ്വർഗ്ഗം കുനിപ്പിച്ച് നിന്റെ തലയെ ഉയർത്തുവാനാ ഈ കഷ്ടമിത്ര സഹിച്ചുകൊണ്ട് കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ ഇന്ന് ജനത്തിൻ്റെ മധ്യത്തിൽ ചോദ്യചിഹ്നമായി യേശു കർത്താവ് നിൽക്കുന്നത്. സ്വത്രം. ആ യേശു കർത്താവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് യഹൂദന്മാർ പറഞ്ഞതുകൊണ്ട് കുഞ്ഞ് നിനക്കും എനിക്കും ഈ യേശുവിനെ ലഭിച്ചത്. ആ യേശു നിൻ്റെയും എൻ്റെ കണ്ണുനീര് തുടച്ചെങ്കിൽ, ആ യേശു നിൻ്റെയും എൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റിയെങ്കിൽ, ആ യേശു നിൻ്റെയും എൻ്റെയും മുഖം ശോഭയുള്ളതാക്കി തീർത്തെങ്കിൽ, അവൻ വിരൂപനായത് നിനക്കും എനിക്കും വേണ്ടിയാണെന്ന് ഈ പകൽക്കാലം തിരിച്ചറിയാൻ ശ്രമിക്ക്. എൻ്റെ കർത്താവ് പാപത്തിൽ വീണ് കിടന്ന നിന്നെയും എന്നെയും രക്ഷിപ്പാനാ സ്വർഗലോകമടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നത്. പാപം നിന്നെ വിഴുങ്ങി, ശാപം നിന്റെ മേൽ കടന്നു പിടിച്ചിട്ട് ഒന്നും
ഒന്നുമല്ലാത്ത അളവിൽ നീ തകർന്നു വീണപ്പോൾ ആ തകർച്ചയിൽ ആരും നിന്നെ കയ്യേൽക്കാനില്ലാതെ അവിടെ കിടന്ന് അയ്യം വിളിച്ചപ്പോൾ നിന്നെ കൈപിടിച്ചുയർത്തി ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ഉന്നത സ്ഥാനത്ത് നിർത്തിയെങ്കിൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, ഈ ദൈവത്തെ കൂടാതെ ലോകത്തിൽ എന്തൊക്കെ നാം നേടിയാലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവത്തില്ല. അതൊക്കെ ഒരു സമയം വരെ നിന്റെ കൂടെ കാണും. അത് കഴിയുമ്പോൾ അതെല്ലാം നിനക്ക് നഷ്ടമാകും. നിന്റെ ജീവിതവും തകർന്നു പോകും. ഈ നല്ല പകൽക്കാലം പറയട്ടെ, അതാ കർത്താവ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ തകർന്നു പോകാതെ ഇരിക്കണമെന്ന് പിതാവിൻ്റെ ഇഷ്ടമെന്തെന്ന് ആരാഞ്ഞറിഞ്ഞ് അത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുക. സ്തോത്രം. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. ഞാൻ എഴുതിയത് എഴുതി, അവൻ യഹൂദന്മാരുടെ രാജാവ് തന്നെ. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ പീലാത്തോസിനെ വല്ലാതെ കടന്നു പിടിച്ചപ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യയോട് സ്വർഗം പറഞ്ഞു, അവൻ നീതിമാനാണ്, അവനെ ന്യായം വിധിക്കാൻ പീലാത്തോസിനെ അനുവദിക്കരുത്. പാപവും ശാപവും നിന്റെ കുടുംബത്തെ നിന്റെ കുഞ്ഞുങ്ങളെ വിട്ടുമാറത്തില്ല. പീലാത്തോസ് കൈ കഴുകി. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ തന്നോട് പറഞ്ഞ് താൻ ശ്രദ്ധ വെച്ച് കേട്ടു. 3.5 വർഷക്കാലം ദേശത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവരാജ്യത്തെ പ്രസംഗിച്ച് ദൈവമഹത്വത്തെ വെളിപ്പെടുത്തി, കരയുന്നവൻ്റെ കണ്ണുനീര് തുടച്ച് വീണുകിടക്കുന്നവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് സത്യത്തിൻ്റെ മാർഗത്തെ, മോശയുടെ ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടും അത് കാട്ടിക്കൊടുത്തിട്ടും അതിനെ അംഗീകരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടെന്നറിയാമോ? ലോകത്തിൻ്റെ മോഹം അവനെ കടന്നു പിടിച്ചത് കൊണ്ടാണ്. ലോകത്തിൻ്റെ മോഹം അവനെ കടന്നു പിടിച്ചിട്ട് അവൻ്റെ ഹൃദയത്തിനകത്ത് പിശാചൊരു ചിന്ത കൊണ്ടിട്ടു, നീ തോറ്റുപോകും, നീ ലോകത്തിൽ ഒന്നുമല്ലാത്തവനായി പോകും, ലോകക്കാർ നിന്നെ അംഗീകരിക്കാതെ വരും, ലോകത്തിൽ നീ അനാഥനായി മാറും. അതുകൊണ്ട് ദൈവത്തെക്കാൾ കൂടുതൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്ന പ്രകാരം എന്നെ അനുഗമിക്കുക എന്ന് പിശാച് പറഞ്ഞു. സ്വത്രം. എന്നിട്ട് ലോകത്തിൻ്റെ സകല മോഹങ്ങളും അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. സ്വത്രം. എന്തൊക്കെയാ ലോകത്തിൻ്റെ മോഹങ്ങളെന്നറിയാമോ? സ്വത്രം. പാപം ചെയ്യുവാനുള്ള പ്രേരണത, മാന്യമായ വസ്ത്രം ധരിക്കാതെ മാന്യത വെടിഞ്ഞുള്ള ജീവിതം, കുടുംബത്തിനകത്ത് മദ്യപിച്ച് മതോന്മത്തനായി നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒരു ശാപമായിത്തീരുന്ന ഒരു അനുഭവത്തിലേക്ക് സ്വത്രം ഒരു ഭോഷനാക്കി നിന്നെ മാറ്റി, ലോകത്തിന് ഒരു പരസ്യക്കൊലമാക്കി മാറ്റി, ഇതാടാ നല്ലതെന്ന് പറഞ്ഞ് നിന്നെ ലോകത്തിലേക്ക് വലിച്ചഴിച്ച പിശാച് ഒടുവിൽ ആ ലോകം നിനക്ക് സമ്മാനിച്ചത് കുറേ വേദനകളും കുറേ കടഭാരങ്ങളും കുറേ കഷ്ടങ്ങളും കുറേ നഷ്ടങ്ങളും തീർത്താൽ തീരാത്ത ബാധ്യതകളും രോഗവുമല്ലേ കുഞ്ഞേ? അതിൻ്റെ പിന്നാലെ നീ പോയിട്ട് ഇന്ന് നീ എന്തുകൊണ്ട് ദൈവത്തെ അംഗീകരിപ്പാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും പാപത്തിൻ്റെ വഴി നീ യാത്ര ചെയ്യുന്നു? പരിശുദ്ധാത്മാവെന്ന് പകൽക്കാലം പറയുന്നു, മടങ്ങി വന്ന് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നീ, നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. പിശാച് നിന്നെ വിട്ടു പോകും, രോഗം നിന്നു നീങ്ങിപ്പോകും, കടഭാരം മാറിപ്പോകും, ശാപം നിന്നെ കടന്നു പിടിക്കാതെ വണ്ണം സ്വർഗം പരിശുദ്ധാത്മാവ് കൊണ്ട് നിന്നെ വലയം ചെയ്യും. സ്വത്രം. യഹൂദ ജനം ഒരുമിച്ച് പറഞ്ഞത്, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, സ്വത്രം, പകരം ബറവാസിനെ മതി. എന്നാൽ ഇന്ന് നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾക്ക് ബറവാസിനെ വേണ്ട, അവൻ്റെ ഒരു ചെയ്തികളും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷകനായ അരുമനാഥനായ യേശുവിനെ മതിയെന്ന് പറഞ്ഞ് ലോകത്തെ തള്ളി കർത്താവിനെ സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറായതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറയും ഒരിക്കലും പട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പിശാചിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഈ ലോകത്തിൽ നീ, നിൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടവരെ സന്തോഷത്തോടെ വസിക്കണമെന്ന് സ്വർഗാന്തര ദൂതഗണത്തെ കൊണ്ട് കാവൽ ചെയ്യും.
ആ സ്വർഗം കാവൽ ചെയ്തത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരുന്ന് ദൈവത്തെ സ്തുതിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നത്. അനേകർ നമ്മെ പോലെയുള്ളവർ ആസ്പത്രിയിൽ അഭയം പ്രാപിച്ച് പ്രാണനോട് മല്ലിടുമ്പോൾ ശരീരാത്മതകൾ ബലഹീനമായിട്ട് ഒന്ന് നിവർന്നിരിപ്പാൻ കഴിയാതെ വ്യാകുലപ്പെട്ട് തകർന്നിരിക്കുമ്പോൾ നീയും ഞാനും സന്തോഷത്തോടെ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയും അവൻ ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നീതിയുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. കർത്താവ് പറഞ്ഞത്, മകനെ മകളെ, ഒരനർത്ഥവും വന്നു ഭവിപ്പാൻ ഞാൻ അനുവദിക്കത്തില്ലെന്നാ. അങ്ങനെയെങ്കിൽ അനർത്ഥം കടന്നു വന്നപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നിന്നെയും എന്നെയും കാത്തതുകൊണ്ടാ ഈ നല്ല പകൽക്കാലം ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നോക്ക്, ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഭോഷനായി ന്യായവിസ്താരത്തിൽ വിധിക്കപ്പെട്ടവനായി പച്ച പൈന്മര കുരിശ് യേശുവിൻ്റെ തുമലിൽ കയറ്റിക്കൊണ്ട് അവനെ വീണ്ടും എഴുന്നേറ്റും ഇസ്രായേലിൻ്റെ തെരുവീതിയിലൂടെ സ്തോത്രം ചാട്ടവാറിൻ്റെ അടികൾ ഏറ്റുകൊണ്ട് അവൻ മല കയറുമ്പോൾ ക്രൂശിക്കപ്പെടുവാനായി ഏൽപ്പിച്ചു കൊടുക്കേണ്ട സ്ഥലത്തേക്ക് അവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് സ്തോത്രം ഇസ്രായേൽ ജനം മുഴുവനും വാവിട്ട്, സഹോദരിമാർ മുഴുവനും വാവിട്ട് പൊട്ടിക്കരഞ്ഞു. ഇന്ന് പകലിൽ നിങ്ങളോട് പറയട്ടെ, എവിടെ പോയി 12 ശിഷ്യന്മാർ? എവിടെ പോയി സൗഖ്യം കിട്ടിയവർ? എവിടെ പോയി ആഹാരം തിന്നവർ? എവിടെ പോയി ലോകത്തിൽ അംഗീകാരം ലഭിച്ചവർ? സ്വത്രം ഒരൊറ്റ വ്യക്തികൾ ആ കുരിശൊന്ന് ചുമക്കുവാൻ, ഇല്ലെങ്കിൽ അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ഇല്ലെങ്കിൽ യേശുവിനോട് കൂടെ ഒരു സഹായമായി ചെല്ലുവാനുണ്ടായില്ല. കുഞ്ഞേ, നന്മ ചെയ്യുന്നവൻ്റെ കൂടെ ചിലപ്പോൾ ആരും കണ്ടെന്ന് വരത്തില്ല. നല്ലത് പ്രവർത്തിക്കുന്നവനെ ആരും ഈ ലോകത്തിൽ അംഗീകരിച്ചെന്ന് വരത്തില്ല. നിന്റെ കൂടെ ചേർന്ന് നിന്ന് നിന്റെ കണ്ണുനീര് ഒപ്പുന്നവനെ നീ തിരിച്ചറിഞ്ഞെന്ന് വരത്തില്ല. നിന്റെ വിശപ്പിനും ദാഹത്തിനും നിനക്ക് തന്ന് കരയണ്ടെന്ന് പറഞ്ഞ് നിന്നെ ചേർത്ത് പിടിച്ചവനെ നീ ഓർക്കത്തില്ല. കാരണം ലോകത്തെയാണ് നീ നോക്കിയേക്കുന്നത്, ലോകക്കാർ പറയുന്നതാ നീ കേട്ടുകൊണ്ടിരിക്കുന്നത്, പിശാചിൻ്റെ പ്രവൃത്തിയാണ് നീ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, നിന്റെ രക്ഷകനായ യേശു കർത്താവ് പറഞ്ഞ വാക്ക് ഇനിയെങ്കിലും അനുസരിച്ച് അത് പ്രകാരം ജീവിക്കാൻ ശ്രമിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എന്താ യേശു കർത്താവ് പറഞ്ഞെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 37 വരെ വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഒന്ന് വായിക്കാമോ? സ്തോത്രം, യേശു പറഞ്ഞത് എന്താണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 37 വരെ. അവർ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. സ്തോത്രം. നോക്ക്, നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33-37 വായിച്ചത്. സ്തോത്രം. നോക്ക്, അവർ കരയുന്നത് കണ്ടു. സ്തോത്രം. എന്താ കണ്ടത്? തങ്ങളുടെ എല്ലാമായ സ്വത്രം, തങ്ങളുടെ കൂടപ്പറപ്പ് തങ്ങളെ വിട്ടുപോയി. സ്വത്രം. കുറ്റം പറഞ്ഞവരെല്ലാം വീണ്ടും 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 യേശുവിനെ കുറ്റം പറയുന്നതാ താഴോട്ട് വായിച്ചാൽ കാണുന്നത്. എല്ലാം സഹിച്ച കർത്താവ്, എല്ലാറ്റിനും മറുപടി കൊടുത്ത കർത്താവ് കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥാവിലേക്ക് പോകുമ്പോൾ യെരൂശലേം പുത്രിമാർ ഒരു സഹായഹസ്തം പോലും നീട്ടാതെ ദൂരത്ത് മാറി നിന്ന് ഭയന്ന് വിറച്ച് കരയുകയാ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. സ്വത്രം. ഈ നല്ല പകലിൽ എനിക്ക് സന്തോഷമുണ്ട്. മരണസമയത്ത് പോലും വരുവാനിരിക്കുന്ന വിപത്തിനെ ഓർമ്മിപ്പിച്ച് യേശു അവരെ ഉണർത്തുകയാണ്. നിങ്ങളുടെ മക്കളെ ചൊല്ലി കരഞ്ഞുകൊള്ളുക, വരുവാനുള്ള തലമുറയോർത്ത് കരഞ്ഞുകൊള്ളുക. അവർക്ക് വരാൻ പോകുന്ന വിപത്ത് നിങ്ങളുടെ പിതാക്കന്മാർ പിടിച്ചു വച്ച ശാപമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം നിങ്ങളുടെ തലമുറകളുടെ മേൽ വരാതിരിക്കേണ്ടതിന് നിങ്ങൾ പാപത്തെ വിട്ടുതിരിഞ്ഞ്
ശാപഗ്രസ്തമായ അനുഭവങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കണം. കർത്താവ് എന്ത് പറയുന്നുവോ അതനുസരിച്ച് അത് പ്രകാരം ജീവിക്കണം. ഞങ്ങളുടെ നാട്ടിലുള്ള ചില അമ്മച്ചിമാർ, വല്യമ്മച്ചിമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ മോൻ ചത്താലും വേണ്ടിയില്ല, എൻ്റെ മരുമോടെ ദുഃഖം എനിക്ക് കാണണം, സ്വത്രം. ഞാൻ എത്ര വീണാലും വേണ്ടില്ല, സ്വത്രം. അവൻ്റെ തലമുറ ഗതി പിടിക്കരുത്, സ്വത്രം. ആ പാവപ്പെട്ട തലമുറ എന്ത് ചെയ്തു, സ്വത്രം? ഇതുപോലെ ശാപം വലിച്ചു വയ്ക്കുന്ന അനേക മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, സ്വത്രം. നന്മ ചെയ്താലും ആ നന്മയെ നന്മയായി കാണുവാൻ കഴിയാതെ അതിനെ തിന്മയായി കണ്ടിട്ട് ശപിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ പ്രാകുന്ന മാതാപിതാക്കൾ, സമൂഹത്തിൻ്റെ മധ്യത്തിൽ അടച്ചാക്ഷേപിക്കുന്ന മാതാപിതാക്കൾ, ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഈ നല്ല പകൽക്കാലം പറയട്ടെ, നിങ്ങളുടെ പാപവും ശാപവും നിങ്ങളിൽ നിന്ന് നീക്കുവാൻ സർവശക്തനായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. അത് തലമുറയുടെ മേൽ വലിച്ചു വയ്ക്കാൻ നിൽക്കല്ലേ. ദൈവത്തിൻ്റെ വചനം പറയുക, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. കാരണം നിങ്ങളുടെ പിതാക്കന്മാർ വലിച്ചു വെച്ച ശാപം അതിൻ്റെ മേൽ വീഴാതിരിക്കേണ്ടതിന് ഈ നല്ല പകൽക്കാലം പറയട്ടെ, ശപിക്കപ്പെട്ട ഒരു സന്തതിയല്ല നിനക്ക് ലഭിച്ചിരിക്കുന്ന സന്തതി, ശപിക്കപ്പെട്ട ഒരു കൂട്ടാളിയല്ല നിനക്ക് ലഭിച്ചിരിക്കുന്ന കൂട്ടാളി, ശപിക്കപ്പെട്ട നന്മയല്ല നിന്റെ കരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, സ്വർഗത്തിലെ അനുഗ്രഹമാ. അങ്ങനെയുള്ള ആ ശാപം നിന്നെ തൊടുകയില്ല എന്ന് നീ വിശ്വസിക്കണം. ഒരു പാപത്തിനും നിന്നെ അടിമയാക്കാൻ പറ്റത്തില്ലെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് മുഴുമഹത്വം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിന്ന് വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിൽ ദൈവവചനം പറയുന്നതനുസരിച്ച് നിൽപ്പാൻ നീ തയ്യാറായാൽ ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ സ്വർഗരാജിച്ച് ചെല്ലുന്ന നാൾ വരെയും ഈ ഭൂതലത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ പാർത്ത് ദൈവമഹത്വം കണ്ട് മക്കളെയും കണ്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ സ്വർഗത്തിൽ ദൈവം നിന്നെ സഹായിക്കും. സ്തോത്രം. ഈ പകൽക്കാലം പറയട്ടെ, എല്ലാവരും കൈവിട്ടെങ്കിലും സ്വർഗം ഒരു കുറേനക്കാരനെ ശീമോനെ അവിടെ എഴുന്നേൽപ്പിച്ചു. കുഞ്ഞേ, നിനക്കു വേണ്ടിയും ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ കൂട്ടാളിക്ക് വേണ്ടി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. കാരണം നീ പ്രാർത്ഥിച്ചതും നീ പാടിയതും നീ ആരാധിച്ചതും സ്വർഗം കേട്ടിരിക്കുക. സ്തോത്രം. നീ ഒഴുക്കിയ കണ്ണുനീര് സ്വർഗത്തിൽ കണ്ടിരിക്കുക. അതുകൊണ്ട് ആരുമില്ല എനിക്ക്, ആരും എൻ്റെ കൂടെ വരാനില്ലെന്ന് നീ പറയണ്ട. നിനക്ക് വേണ്ടി നീ അറിയാത്ത ചില വ്യക്തികൾ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ അറിയാത്ത ചില വ്യക്തികൾ, നിന്റെ കൂട്ടാളിക്ക് വേണ്ടി നീ അറിയാത്ത ചില വ്യക്തികളെ സ്വർഗം എഴുന്നേൽപ്പിക്കും. എല്ലാവരും അകന്നു നിന്നപ്പോൾ ഒരു കുറേനക്കാരൻ ശീമോനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിന് പദ്ധതി തോന്നിയെങ്കിൽ ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയും സ്വർഗം കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകം പറയുന്ന വാക്ക് കേട്ട് പിന്മാറിപ്പോകാതെ, ലോക മനുഷ്യൻ ചെയ്യുന്ന ചെയ്തികൾ കണ്ടിട്ട് അതിനോട് കൂടാതെ അതിനെ വിട്ട് തിരിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യുവാൻ നീ തയ്യാറായാൽ നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയെ സ്വർഗം ഉന്നതങ്ങളിലെത്തിക്കും. നിന്റെ കൂട്ടാളിയുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി തരും. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്തെ ഇരുട്ട് മാറ്റി വെളിച്ചമാക്കും. അതാ എൻ്റെ കർത്താവിൻ്റെ മഹത്വം. അത് വിശ്വാസ കണ്ണുകൊണ്ട് നീ കാണണം. എന്നിട്ട് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി നീ പറയണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കും. വായിക്കാം. സ്തോത്രം. എങ്ങനെ ജീവിക്കണമെന്നറിയാമോ? സങ്കീർത്തനം 128:1, യഹോവയെ ഭയപ്പെട്ട് ജീവിക്കണം. അവൻ്റെ വചനം പറയുന്ന വഴികളിൽ നടക്കണം. സ്വത്രം. 1, യഹോവയെ ഭയപ്പെട്ട് ജീവിക്കണം. 2, അവൻ്റെ വചനം പറയുന്ന വഴികളിൽ നടക്കണം. സ്വത്രം. ഇനി ഒരു വാക്യം നമുക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എഫേസ്യർക്കുള്ള ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയും കൂടെ വായിക്കുക. എഫേസ്യർക്കുള്ള ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെ. സ്വത്രം. മക്കളെ,
നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. ഒന്ന്, ദൈവവചനം. സ്വത്രം, ദൈവത്തെ ഭയപ്പെടണം, ദൈവവചനത്തെ നടക്കണം. എന്നിട്ട് അപ്പനും അമ്മയും പറയുന്നത് കേൾക്കണം. അനുസരണം കെട്ടവരാകരുത്. വചനം പറയുന്നു ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരും. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിക്കണം. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകും. നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തരുവിലിട്ട് ആരും നിന്നെ കുത്തി കൊല്ലത്തില്ലെന്ന്, നിന്നെ അടിച്ചു കൊല്ലത്തില്ലെന്ന്. സ്തോത്രം. നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കുമോ? മോനെ ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും. എടാ മക്കളെ പോവല്ലേ എന്ന് പറഞ്ഞാൽ ഇയാളെയുടെ പാട്ടിന് കൂടെയെന്ന് പറയും. സ്വത്രം. അപ്പനോട് പറയുന്നതാ സ്വത്രം. അടുത്ത അമ്മയെ ബഹുമാനിക്കണം. സ്വത്രം, ബഹുമാനിക്കണം. മുതിർന്നവരെ ബഹുമാനിക്കണം. അതാർക്കേ ഉള്ളെന്നറിയാമോ? ഒരു ദൈവ പൈതലിനെ ഉണ്ടാവത്തുള്ളൂ. ലോകത്തിൽ മദ്യപിച്ച് മതോന്മത്തനായി വായി നോക്കി നടക്കുന്ന ഒരു വ്യക്തിക്കും ഉണ്ടാവത്തില്ല, അവരെ അന്ധതിക്കും ഉണ്ടാവത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പൻ സ്നേഹത്തോടെ വേണം മക്കളെ ശാസിക്കുവാൻ. സ്വത്രം. നമ്മൾ അങ്ങനാണോ? സ്വത്രം. വായി വരുന്ന പച്ചത്തെറിയല്ലേ മക്കളെ പലപ്പോഴും പറയാറുള്ളത്. എന്നിട്ട് പറയും അവൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, അവൻ ശപിക്കപ്പെട്ടവനാ, അവൻ നാണക്കേടും മാനക്കേടും വരുത്താൻ ജീവിക്കുന്നവനാ, അവൻ ഇല്ലാതെ പോയെങ്കിൽ കൊള്ളായിരുന്നു, ഉണ്ടാക്കിയത് നീയല്ലേ. സ്വത്രം. പിന്നെന്തിനാ ഇത് പറയുന്നത്? സ്വത്രം. തിരിച്ചറിയണം, ദൈവകോപം നിന്റെ മേൽ വരാതെ ഇരിക്കണതിന് നിന്റെ മക്കളെ സ്നേഹത്തോടെ ശിക്ഷിക്കണം. ചേർത്ത് പിടിച്ച് ബോധം വരുമാറ് അവൻ്റെ അകത്ത് ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന് ദൈവത്തെ ഭയപ്പെടണം, ദൈവസേനയെ കീഴ്പ്പെടണം, ദൈവത്തോടു കൂടെ നടക്കണം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവുണ്ടാകയില്ല. നാം എല്ലാം ഓടുന്നത് എന്തിനു വേണ്ടിയാ? അല്പകാലത്തെ ഈ ലോകവാസ ജീവിതത്തിൽ സന്തോഷത്തോടെ കഴിയുവാനാ. ആ സന്തോഷം ആരാണ് തല്ലിക്കെടുത്തുന്നറിയാമോ? ഈ ലോകത്തെ ഭരിക്കുന്ന പിശാച. ആ പിശാചിനെ തലതകർക്കുവാനാ യേശു കർത്താവ് സ്വർഗ്ഗലോകം വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നത്. അങ്ങനെ ആ പിശാചിനെ തല തകർന്നത് കൊണ്ട് അവൻ്റെ ദേഷ്യം അവന് വല്ലാത്ത കെണികൾ ഒരുക്കി. യേശുവിന് നേരെ അവൻ തന്ത്രങ്ങളെ മെനഞ്ഞു. യേശുവിനെ ക്രൂശിക്ക എന്ന് പറയിച്ചു. അങ്ങനെ യേശുവിനെ ലോകം ക്രൂശിച്ചു. കരമടിച്ച് പിശാചും തൻ്റെ സേവകാത്മാക്കളും ഒരുപോലെ ചിരിച്ചു. സ്തോത്രം. യഹൂദന്മാര്, ന്യായശാസ്ത്രിമാര്, ന്യായപ്രമാണിമാര്, പുരോഹിതന്മാര് എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു. യേശു കർത്താവിനെ സ്തോത്രം കല്ലറയ്ക്കകത്ത് ഒതുക്കി. സ്തോത്രം. കല്ലറയ്ക്കകത്ത് ഒതുങ്ങുമ്പോൾ സ്തോത്രം പിശാച് അട്ടഹസിച്ച് ചിരിച്ചു. സ്വത്രം. പുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും പ്രമാണിമാരും ഒരുമിച്ച് സന്നദ്ധ സംഘം കൂടിയപ്പോഴാണ് പിശാച് പറയുന്നത്, ഇല്ലടാ, അവനെ കല്ലറയ്ക്കകത്ത് ഒതുക്കിയെങ്കിലും അവൻ പുറത്തു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർത്താലും തീരാത്ത, എഴുതി എത്ര എഴുതിയാലും തീരാത്ത, പറഞ്ഞാലും എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു സത്യമുണ്ട്. അതാ യേശു. ആ യേശുവിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കാമെന്നോ, ഒരു പള്ളിക്കകത്ത് ഒതുക്കാമെന്നോ, നിന്റെ പോക്കറ്റിനകത്ത് ഒതുക്കാമെന്നോ, ഒരു കുരിശും തൊട്ടിക്കകത്ത് ഒതുക്കാമെന്നോ വിചാരിച്ച നടക്കത്തില്ല കൊഞ്ഞേ. കല്ലറ പൊളിച്ച്, കുരിശും തൊട്ടി പൊളിച്ച്, നിന്റെ പോക്കറ്റ് പൊളിച്ച് പുറത്തു വന്നിട്ട് കരയുന്നവൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുന്നവനാ എൻ്റെ യേശു കർത്താവ്. തിരിച്ചറിഞ്ഞിട്ട് അവന് മഹത്വം കൊടുക്ക്. കൂടിയിട്ട് പറഞ്ഞ് അവൻ പുറത്തു വരുന്നതിന് മുമ്പ് അവനെ ഒതുക്കാൻ ഒറ്റ പരിപാടിയുള്ളു. റോമാ സാമ്രാജ്യത്തിന് ഇമ്പീരിയൽ മുദ്ര വെച്ച് അവനെ പൂട്ടണം. സ്വന്തം. എന്തോ ഒരു പകയാ.
എന്തോ ഒരു ദേഷ്യമാ. ഒരുത്തനാണോ? ഒരു സമൂഹം മുഴുവനും അങ്ങ് നിൽക്കുകയല്ലയോ. സ്വത്രം വല്ലോ അറിയുന്നു യേശു കർത്താവ്. സ്വത്രം മരിച്ച് സ്വത്രം കല്ലറയ്ക്കകത്തൊതുങ്ങി. യേശു വല്ലോ അറിഞ്ഞോ? ഇവൻ്റെ ചിന്ത എന്തുവാ? വരും, എൻ്റെ കർത്താവ് വരുമെന്ന് പറഞ്ഞെങ്കിൽ വാനഗോളങ്ങൾ താണ്ടിപ്പോയവൻ മേഘാരുടനായി വരും കുഞ്ഞെ. അതാർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സത്യമാ. സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടതുപോലെ ഞാൻ വരുമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കർത്താവ് വരും. വരുന്നതിന് മുന്നോടിയായി നീ ഇവിടെ നിലവിളിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ആ നിലവിളിയാ ഇപ്പം നീ കേട്ടോണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നീ വീഴാതെ നിന്നെ അകപ്പെടുത്തുവാൻ വന്ന പിശാചിൻ്റെ തല തകർത്ത് നിന്നെ രക്ഷാകരമായി അവൻ്റെ പുണ്യാകരത്താൽ നിന്നെ വീണ്ടെടുത്തെങ്കിൽ നന്ദിയുള്ളവരായി ദൈവത്തിന് മഹത്വം കൊടുത്താൽ നിത്യരാജ്യത്ത് നീ ചെന്ന് ചേരും. അതല്ല ഞാൻ എന്തൊക്കെയാണ്, എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ സകലതും നേടും, എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാം ആണെന്നും പറഞ്ഞ് നെഞ്ച് വിരിച്ച് നിൽക്കുന്ന നിൻ്റെ നെഞ്ചും കൂട് പൊളരും എൻ്റെ യേശുവിൻ്റെ വരവ് കാണുമ്പോൾ. സ്വത്രം കൈവിടപ്പെട്ടു പോകല്ലേ കുഞ്ഞെ. അന്തിക്രിസ്തുവിൻ്റെ 7 വർഷത്തെ ഭരണം നിൻ്റെ ജീവിതത്തിൽ വരും. ഇപ്പം എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടപ്പോൾ ഓരോരുത്തർ കിടന്ന് ഉള്ളുന്നെങ്കിൽ പറഞ്ഞു കേട്ടതേ ഉള്ളൂ, പ്രവൃത്തി തുടങ്ങിയില്ല. പ്രവൃത്തി തുടങ്ങുന്ന നീ മൂട്ടി തീ വെച്ച പോലെ ഓടും. ആ ഓടുന്നതിന് മുമ്പ് ദൈവമഹത്വം കാണുമെന്ന് നീ ആഗ്രഹിക്കുക. സ്വത്രം റോമാസാമത്തിന് ഇബ്ബീരിൽ മുദ്ര വെച്ച് പൂട്ടി. സ്വത്രം പോരാ, സഹിക്കുന്നില്ല. സ്വത്രം സഹിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞത് സംഭവിക്കുമെന്ന് അവർക്കറിയാം. സ്വത്രം ഈ നല്ല പകൽ കർത്താവിൽ ആശ്രയിച്ച് കടന്നു വന്ന ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകും. വിശ്വാസത്തിന് ഉറപ്പോടെ നില്ല്. നിന്റെ മക്കൾ ജയിക്കും, നിന്റെ കൂട്ടാളി ജയിക്കും, നിന്റെ കുടുംബം ഒരു അനുഗ്രഹമാകും. ലോകത്തിൽ ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും നീ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇമ്പിരിൽ മുദ്ര വെച്ച് പൂട്ടി കാവൽക്കാരെ നിർത്തി. പക്ഷേ ലോകത്തിന് ബന്ധിച്ച് വെക്കാൻ കഴിയാതെ എൻ്റെ യേശു അപ്പച്ചൻ ഇമ്പിരിൽ മുദ്രയെ പൊട്ടിച്ച് പുറത്തു വന്ന് ലോകത്തിന് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. സമാധാനം നഷ്ടപ്പെട്ടവന് സമാധാനം കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് പോയ എൻ്റെ കർത്താവ് വരാൻ കാലമായി. സ്വത്രം ഇനിയെങ്കിലും നീ ഒന്ന് മനം തിരിഞ്ഞു വന്ന് യേശു അപ്പൻ്റെ അടുക്ക വന്നിട്ട് പറ, അപ്പാ എൻ്റെ പാപത്തെ ക്ഷമിപ്പാൻ നിനക്ക് മനസ്സുണ്ടാകണമേ എന്ന് പറഞ്ഞ് അപ്പൻ്റെ സന്നിധിയിൽ ഒന്ന് താഴ്ത്തി കൊടുത്തു നോക്ക്. സ്വത്രം ഇല്ലാതെ പെന്തിക്കോസുകാരെയും കുറ്റം പറഞ്ഞ്, അല്ലേലിയെയും കുറ്റം പറഞ്ഞു, സ്വത്രത്തെയും കുറ്റം പറഞ്ഞ്, സ്വത്രം പ്രാർത്ഥിക്കാൻ പോകുന്നവരെ വഴി തടഞ്ഞിർത്തി ആക്ഷേപം പറഞ്ഞ്, ആരാധനയ്ക്കെതിരെ നിന്നുകൊണ്ട് നീ എടുക്കുന്ന ബദ്ധപ്പാടുകളുണ്ടല്ലോ, നീ കാണിക്കുന്ന കോപ്രായങ്ങളുണ്ടല്ലോ, 3 തലമുറയില്ല 1000 തലമുറ വരെ കിട്ടേണ്ട അനുഗ്രഹം 4 തലമുറ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. രോഗം നിന്നെ പിടിക്കും, ശാപം നിന്നെ കടന്നു പിടിക്കും. എഴുന്നേൽപ്പാൻ കഴിയാതെ നിന്റെ നന്മ മുഴുവനും വല്ലവരും കൊണ്ടുപോയി തിന്നും. ആസ്പത്രി കയറി ഇറങ്ങിയാൽ, ICU യൂണിറ്റ് കയറി ഇറങ്ങിയാൽ രക്ഷയില്ലാത്ത നിലവാരത്തിൽ നീ തോറ്റുപോകും. തോൽവി നിന്റെ മുമ്പിൽ മാടി വിളിക്കുമ്പോൾ, കുഞ്ഞെ എനിക്ക് തോൽവി വേണ്ട, എൻ്റെ യേശുവിൻ്റെ മഹത്വം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് പാരമ്പര്യത്തെ വിട്ടുതിരിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് പറ, നീ മാത്രം മതിയെന്ന്. അങ്ങനെ ആര് പറയാൻ ശ്രമിക്കുന്നുവോ അവൻ്റെ ജീവിതത്തിൽ ഉയർച്ച കാണാം. കുറ്റം പറഞ്ഞും പരിഹസിച്ചും അപമാനിച്ചും നിന്ദിച്ചും ഒറ്റപ്പെടുത്തിയും താഴ്ത്തിക്കെട്ടിയും തകർക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവൻ്റെ വാക്ക് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ കൂടിയാൽ നീ മാത്രമല്ല നിന്റെ തലമുറ പോലും നഷ്ടപ്പെട്ടു പോകും. വേണ്ട കർത്താവേ, എനിക്കത് വേണ്ട, എൻ്റെ അപ്പൻ്റെ മഹത്വം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഈ പകൽക്കാലം ദൈവത്തോട് പറ, അപ്പാ നീ മാത്രം മതി, നിന്റെ മഹത്വം മാത്രം മതി എന്ന് പറഞ്ഞ് അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.